കാണുന്നെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടിട്ടോ. തിരിച്ചു എന്നിട്ട് എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. വാസുവേട്ടനും കൂടി വാ. നമ്മുടെ മോളല്ലേ? നമ്മുടെ മോളോ? നിന്റെ മോള് അങ്ങനെ പറഞ്ഞാ മതി. എനിക്കിങ്ങനെ ഒരു മോളില്ല. നിന്റെ മോളെ നീ പോയി കണ്ടിട്ടോ. ഗൗരി മോൾക്ക് ഒരു കുഞ്ഞ് പിറക്കാൻ പോവല്ലേ? അവളുടെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നടക്കാൻ പോകുന്നേ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു. നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ എനിക്കിഷ്ടമില്ലാത്തത് നടക്കാതിരിക്കാൻ നീയും കൂടെ നിൽക്കണം. എന്ന് വെച്ചാൽ കൂടുതൽ എന്നെ നിർബന്ധിക്കരുതെന്നു. ഇനിയും പറയുന്ന മനസ്സിലായില്ലെങ്കിലേ ദേ ഞാനങ്ങ് പോവും. നീ പോകുന്നുണ്ടോ ഇല്ലയോ? ഗൗരി, അമ്മേ, അല്ല ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. ഗൗരി ഇന്നുകൂടി പറഞ്ഞോളൂ അമ്മയെ കാണണമെന്ന്. ഗൗരി എവിടെ? അവള് കുളിക്കാൻ കയറിയതാ. അമ്മ വന്നേ, അകത്തേക്ക് ഇരിക്കാം. അത് അല്ല, ഒറ്റയ്ക്കാണോ വന്നത്? ഗൗരിയുടെ അച്ഛൻ അറിയാതെയാണോ വന്നത്? അല്ല, വാസുവേട്ടനറിയാതെ ഞാൻ ഒരിടത്തും പോവാറില്ല. അപ്പോ ഇവിടേക്ക് വരാൻ ആള് സമ്മതിച്ചു അല്ലേ? എന്നെങ്കിലും ഒരിക്കൽ അമ്മയും കൂട്ടി അച്ഛൻ വരുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഗൗരി. ഇതാരെന്ന് മനസ്സിലായോ? എന്റെ രണ്ടാമത്തെ പെങ്ങളാ ഉമ. എടി, ഇത് മനസ്സിലായി. ആന്റി ഇരിക്കെ. നീ ഗൗരിയെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. ഗൗരിയുടെ അച്ഛൻ അമ്മ ഇവിടെ ആക്കിയിട്ട് തിരിച്ചു പോയോ? പോയില്ല, അവിടെ റോഡിൽ നിൽക്കുക. അയ്യോ, വിളിക്കാൻ ഞാൻ എന്താ? അമ്മ ഇങ്ങോട്ട് കയറിയിരിക്കുക, ഞാൻ പോയി വിളിച്ചോണ്ടരാം. അയ്യോ വേണ്ട മോനെ, സ്വന്തം മോളെ കാണാൻ പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോ മോൻ ചെല്ലണ്ട. വെറുതെ റോഡിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കുറച്ചിലാവും. അത് നേരെ. അമ്മ വാ, അകത്തേക്ക് ഇരിക്കാം.